അമ്മൂമ്മ വീട്ടിലില്ലാത്തപ്പോ വീട്ടിൽ മറ്റാൾക്കാരില്ലാത്തപ്പോ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഉപദ്രവിച്ചിട്ടുണ്ട്. എത്ര വയസ്സുണ്ടാവും? 14 വയസ്സുണ്ടാവും. അപ്പൊ 5ൽ പഠിച്ചോണ്ടിരിക്കുക. 5ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കും. അതെ. അപ്പൊ 10 വയസ്സ്. എനിക്ക് ഇഷ്ടമില്ലാത്ത ചെറുക്കനായിരുന്നാലും കുഴപ്പമില്ല, എന്റെ ജീവിതം നശിപ്പിച്ചതല്ലേ, അതുകൊണ്ട് അയാളോട് തന്നെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ സമ്മതിച്ചത് കല്യാണത്തിന്. അയാളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെ, പെങ്ങന്മാരൊക്കെ ഉണ്ട്? അതെ, 2 പേരുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് എത്ര വയസ്സിലാണ് കല്യാണം കഴിഞ്ഞ്? 17 വയസ്സ്. പിന്നെ നമുക്ക് ജിനിയുടെ അമ്മയെ വിളിക്കാം. പിന്നെ ജിനി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, കുറെയൊക്കെ. പക്ഷെ ഇതിനകത്ത് നമുക്ക് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയെന്നില്ല, വളരെ കൊച്ചിലേ മുതലേ ഇയാൾക്ക് ഈ പ്രസാദിന് കുടുംബത്തിൽ സർവ്വസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ബന്ധുവായതുകൊണ്ട് എല്ലാവർക്കും താല്പര്യമൊക്കെയാണ്. ഇത് ആ കുട്ടിയെ വളരെ കുഞ്ഞിലേ മുതൽ ഏകദേശം 5ാം ക്ലാസ് മുതൽ ഇയാളിൽ നിന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോ നിർമ്മലയ്ക്ക് അറിയായിരുന്നോ ഇത്? എടാ, ഞാൻ അന്ന് ജോലിക്ക് പോകുമായിരുന്നു മോളെ വളർത്താൻ വേണ്ടി, വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ റാന്നിയിലെന്ന് ആണ് ജോലിയായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്നു പ്രസാദ്, ചില ദിവസങ്ങളിലുണ്ടായിരുന്നു. ഞാൻ വരരുതെന്ന് വിലക്കിയിട്ടുണ്ട്. എൻ്റെ മോള് വളർന്നു വരുന്നതാണ്, നീ എപ്പോഴും ഇവിടെ വരരുതെന്ന് ഞാൻ വിലക്കിയിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും മോളെ നോക്കിയിരിക്കാൻ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്ത. ഈ അമ്മ നിർമ്മലയുടെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? കാരണം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ ഉപദ്രവിക്കാന്ന് പറയുമ്പോൾ എന്താണെന്ന് പോലും അറിയാത്ത ഒരു പ്രായത്തിൽ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഭാവിയും മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഒരു കുട്ടിക്ക് ഉണ്ടാവും. അത് ഈ അമ്മമ്മ കുഴപ്പമില്ല, മുറച്ചെറുക്കനല്ലേ, മുറയുള്ളതല്ലേ, അവര് ശ്രദ്ധിച്ചിട്ട് അമ്മയും പറഞ്ഞിട്ടുണ്ടെന്ന് അവിടെ വരരുതെന്ന്. അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലൊക്കെ പോകും. 8ാം ക്ലാസ് ജയിച്ചപ്പോഴത്തേക്ക് പിന്നെ 9ലേക്ക് പോകുമ്പോൾ പിന്നെ എപ്പോഴും നിരന്തരം ശല്യമാണ്. അപ്പോൾ അങ്ങനെയാണ് അവൾ പിന്നെ സ്കൂളിൽ പോകാതായി. അസഭ്യങ്ങൾ പറയുകയും ചെയ്തിട്ടാണ് പിന്നീട് ഞങ്ങൾ തന്നെ പിൻവാങ്ങി. ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല, ആശ്രയത്തിനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിഷമത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. പാർട്ടിയിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒന്നാണ് കെട്ടിയത്. ഈ കുട്ടിക്ക് മാനസികമായിട്ട് വളരെയധികം പ്രശ്നങ്ങളായി. അത് ഞാൻ പറയാം മാഡം, അത് പിന്നെ മോളെ വിവാഹം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുഞ്ഞിനെ പ്രസവിച്ച് പിന്നെ 4 മാസം വരെ ഞാൻ മോളോടെ ഇരുന്നു. അപ്പോൾ അവിടെ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നേക്കാളും നിങ്ങളെ ജീവിതത്തിന് വേണ്ടി പൊയ്ക്കോ, പ്രസാദ് നോക്കിക്കോളും, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാനങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ പ്രസാദും പറഞ്ഞ് ഇനി നിങ്ങൾ പൊയ്ക്കോളാം പറഞ്ഞു. മോള് പറഞ്ഞു അമ്മ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിയിലൊരു ആൾ പറഞ്ഞ്, നിങ്ങൾ പിന്നെ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നുണ്ടായിരിക്കും, അവൻ പണിക്കും കൂലിക്കൊന്നും പോകാതെ ഈ കുഞ്ഞിനെ നോക്കാത്തതും ഒക്കെ എന്ന് പറഞ്ഞ്. ഞാനങ്ങനെ 1.5 വർഷം വരെ മേഡം, ഞാൻ 2-3 മാസത്തിലൊരിക്കൽ മാത്രം എൻ്റെ മോളെ കാണാൻ വേണ്ടി, അവളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റൂല, അതുകൊണ്ട് ഞാൻ കാണാൻ വേണ്ടി ഇങ്ങനെ വരുമായിരുന്നു. വന്ന് എന്തെങ്കിലും 10-500 രൂപ കൊടുക്കും, ആ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും, ഞാനങ്ങ് തിരിച്ചു പോകും. അങ്ങനെ 1.5 വർഷം ഞാൻ വരാതിരുന്നപ്പോഴത്തേക്ക് തിരിച്ച് എൻ്റെ സഹോദരനും എൻ്റെ അമ്മയൊക്കെ വിളിച്ച് പറയാണ്, നിനക്ക് എത്ര മക്കളുണ്ട്, ആ കുഞ്ഞിൻ്റെ അവസ്ഥ നീ കണ്ടോയെന്ന് ചോദിച്ചു. ഈ പ്രസാദോ അല്ലെങ്കിൽ വേറെ ആരും എന്നെ വിളിച്ചറിയിച്ചില്ല. കുഞ്ഞിന് ഞങ്ങൾ തിരിച്ചു പോലും അറിയാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ വന്നപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞൂടാ. പ്രസാദ് വന്നിട്ടുണ്ട്, ആരൊക്കെ ഉണ്ട് പ്രസാദ് വീട്ടില്? ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്ക് അല്ല, പ്രസാദിന്റെ വീട്ടില്? എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ട്. സഹോദരി വീട്ടിൽ തന്നെയാണോ താമസം? കല്യാണം കഴിച്ചിട്ട് അവളെ ഭർത്താവ് കുവൈറ്റിലാണ്, അതുകൊണ്ട് വീട്ടിലുണ്ട്. മക്കളില്ല സഹോദരിക്ക്. എൻ്റെ ഒരു മൂത്ത സഹോദരി ഉണ്ട്, അവള് സുഖമില്ല, അതുകൊണ്ട് കല്യാണം കഴിച്ച് അയക്കാൻ പറ്റില്ല. മൂത്ത സഹോദരി അപ്പം വീട്ടിൽ തന്നെ ബുദ്ധിമാന്ദ്യം ചെറുപ്പം മുതലേ ഉള്ളതാണ്. അപ്പം കെട്ടിച്ചയക്കാൻ ഒക്കത്തില്ല. പ്രസാദ് ഇപ്പൊ വീടുമായിട്ടൊക്കെ നല്ല സഹകരണമാണോ? അല്ല. എന്തുവായിരുന്നു കാരണം? ഞാൻ എവിടെ കല്യാണം കഴിക്കുന്ന അതിന് മുമ്പേ കല്യാണം കഴിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അന്ന് മുതൽ ഒരു സഹകരണവും ഇല്ല. ഇല്ല, ഈ കുട്ടിയെ കല്യാണം കഴിക്കുന്നതിന്റെ പേരിലാണോ വഴക്ക്? അല്ലാതെ വേറെ പ്രശ്നം? വേറെ ഒരു വിഷയമില്ല. അത് കല്യാണം കഴിക്കാൻ പറ്റാത്ത നിങ്ങൾ ബന്ധുക്കളൊക്കെ ഇല്ലേ? ബന്ധുക്കളാണ്, മുറയൊക്കെ ഉള്ളതാ. പക്ഷെ പിന്നെ ഈ സാമ്പത്തികം മാത്രമാണോ കെട്ടിടണ്ടാന്ന് പറഞ്ഞതിന്റെ കാര്യം? അല്ല, ഇത് അവർക്ക് അച്ഛനും ശരിയല്ല, ഇതിൽ ചെന്ന് വീണാൽ ബുദ്ധിമുട്ടാണെന്നുള്ള ഇതിലാണ്. ആ ഒരു നിലപാടിൽ ഇപ്പോഴും ഉറച്ചിരിക്കുകയാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അവർ പറഞ്ഞത് ശരിയാണ്. എന്ത് ബുദ്ധിമുട്ടാണ്? പിന്നെ
ഇത് ശരിയായി പോവില്ല. അത് ഈ കുട്ടിയുടെ മാത്രം പ്രശ്നമാണ്. ഈ കുട്ടി ഇവരുടെ ഒരു രീതി മുൻകാലങ്ങളിലെ അറിയാം. അതുകൊണ്ടാണ് ആ ഒരു നിലപാട് അവരന്ന് എടുത്തതും ഇപ്പോഴും ആ ഒരു നിലപാടിൽ നിൽക്കുകയാണ്. ഇത്രയും ദിവസമായിട്ട് 2 മക്കളുണ്ട്. ആ മക്കളെ ഇതുവരെയും എൻ്റെ അച്ഛനും കണ്ടിട്ടില്ല. അത് ശരിയല്ലേ പ്രസാദ്? കാരണം അത് നമ്മൾ സത്യം നടന്നു കഴിഞ്ഞ കാര്യം നമ്മൾ സത്യമായിട്ട് തന്നെ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ 14 വയസ്സുള്ള ഒരു കുട്ടി കൈ അറുത്തിട്ട് ഇത്രയൊക്കെ സംഭവിച്ചു പോയി എന്നുള്ളതല്ലേ? ഇല്ല, 10 വയസ്സൊന്നും അല്ല, 12-13 വയസ്സും പോലെ ഉള്ളൂ. അപ്പൊ ആ കുട്ടി പ്രായമായതിനു ശേഷമാണ്, അതിനുശേഷമാണ് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ അത് ആ കുട്ടിയുടെ സമൂഹത്തോടു കൂടി തന്നെയാണ് സംഭവിച്ചത് ആണല്ലേ? ആണോ ജിനി? അപ്പൊ ജിനിക്ക് ഇല്ല, എന്റെ സമ്മതത്തോടെ അല്ല. നിങ്ങള് കല്യാണം കഴിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടൊന്നും താമസിപ്പിക്കാൻ പറ്റിയില്ല, ചുറ്റുപാട് അങ്ങനെയാണ്. എപ്പോഴെങ്കിലും കോംപ്രമൈസ് ചെയ്ത് ഇതിനെയും കൊണ്ട് ആ കുഞ്ഞ് ആയതിനു ശേഷമെങ്കിലും വീട്ടിൽ പോയി അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒന്ന് ഈ കുട്ടിയെങ്കിലും ഒരു കോച്ചിനെ എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ അവർ സമ്മതിക്കുമായിരുന്നു. അല്ല, ഞാനും എൻ്റെ മകനുമായിട്ട് എൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ വീട്ടിൻ്റെ പുറകിലായിട്ട് എനിക്കൊരു അല്പ സ്ഥലം വസ്തു തന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരു പണയത്തിലാണ്. പിന്നെ അവിടെ പോയിട്ട് എന്നിട്ട് ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ കയറി പോകാൻ പറഞ്ഞു. അപ്പം എൻ്റെ മോനെ പിടിച്ചിറക്കി വിട്ടു. അപ്പോൾ അവന് 5 വയസ്സേ ഉള്ളൂ, അവന് 8 വയസ്സുണ്ട്, മൂത്തവനാണ്. അപ്പോൾ അന്ന് ഇത്തിരി അച്ഛൻ വീട്ടുകാരുമായിട്ട് വിഷയങ്ങളുണ്ടായി. പക്ഷെ അതിനുശേഷം ഞാനിത് അങ്ങനെ ഇതുവരെ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല. അവരുടെ ഒരു നിലപാട് പക്ഷെ ഒരു കാര്യം, കുഞ്ഞിനോട് പെരുമാറാൻ പാടില്ല. പിന്നെ പോകാൻ ശ്രമിക്കാത്ത ഇവളുടെ ഈ രീതി വെച്ച് ആ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ എന്താ അവരുടെ രീതി, ഇവള് ഒരു വ്യക്തിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോണ ഒരു പെൺകുട്ടിയല്ല.